പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ബോണിയെയും അനിയനെയും അനുഗ്രഹിക്കണമേ. Oh, I've heard 1,000 stories of what they think you're like, but I've heard the tender whisper of love in the dead of night, and you tell me that you're pleased and that I'm never alone. You're a good, good father. It's who you are. It's who you are. It's who you are. And I'm loved by you. It's who I am. It's who I am. It's who I am. Oh, and I've seen many searching for answers far and wide, but I know we're all searching for answers only you provide, 'cause you know just what we need before we say a word. You're a good, good father. It's who you are. It's who you are. It's who you are. And I'm loved by you. It's who I am. It's who I am. It's who I am. Because you are perfect in all of your ways. You are perfect in all of your ways. You are perfect in all of your ways to us. You are perfect in all of your ways. Oh, you're perfect in all of your ways. You are perfect in all of your ways to us. Oh, it's love so ഏറ്റവും സ്നേഹമുള്ള ബോണി അലീന, ബോണിയുടെയും അലീനയുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ബോണിയുടെയും അലീനയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവരുടെ കണ്ടുമുട്ടി ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരുന്ന് ഈ വിവാഹ കൂദാശ സ്വീകരിക്കുന്ന ആ നിമിഷമാണ് ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. ആ കൂദാശയുടെ നിമിഷത്തിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും രണ്ടുപേർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താ
Dushkarubi
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ പരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സ്വീകരിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർക്കനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, പത്രോസ്ലീഹ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ,
നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമൂലികളായ പിന്നെ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അപരാധ നാഥായി വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മകളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊക്കെ ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോയില് ഏറെ ബഹുമാനമുള്ള വികാരിച്ച പ്രിയമുള്ള മാതാപിതാക്കളെ, വിവാഹമെന്ന ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഉദാസിയിലൂടെ ഇന്ന് ജീവിതത്തിൽ പുതിയൊരു തീരുമാനമെടുത്ത് ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുന്ന പ്രിയപ്പെട്ട അലീന, ബോണി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബോണിക്കും അലീനായ്ക്കും വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വിവാഹ ഉദാശ പരികരണം ചെയ്യുന്നതിനും ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും ഈ ദേവാലയത്തിൽ വരുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിച്ചത് ഒരു ദൈവനിശ്ചയമാണ്. ഞാൻ നേരിട്ട് ബോണിയെയോ അല്ലെങ്കിൽ അലീനയെയോ അല്ലെങ്കിൽ രണ്ട് കുടുംബത്തെയോ അറിയുന്ന വൈദികരല്ല. എങ്കിലും
ഈ ദേവാലയത്തിലേക്ക് വിവാഹം ആശീർവദിക്കാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം ഒരു വൈദികനെ അഭിഷേകം ചെയ്യുന്നത് അറിയപ്പെടാത്തിടത്തേക്ക് ചെല്ലുവാനും അവിടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടാണ്. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ മോണിയുടെ ഫാദറും എന്നെ സ്നേഹത്തോടുകൂടി വിളിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളുടെ ജീവിതം ദൈവാനുഗ്രഹമുള്ളതും കൃപയുള്ളതുമായിട്ട് മാറാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നതിന് സന്തോഷമുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ആദ്യം തന്നെ അതിനാല് മോണിയുടെ ഡാഡിക്ക് സെബാസ്റ്റ്യനെ പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പുഴകൾ രണ്ട് ദിക്കുകളിൽ നിന്ന് ഒഴുകി വന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒന്നിക്കാറുണ്ട്. അതിനുശേഷം ആ പുഴ എത്ര വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി ഒഴുകി വന്ന രണ്ട് പുഴകളാണെങ്കിലും ആ പുഴകൾ ഒന്ന് ചേർന്നതിന് ശേഷം ഇണചേർന്ന് ഒരുമിച്ച് ഒഴുകുന്ന നദിയായിട്ട് ആ രണ്ട് പുഴകൾ മാറാറുണ്ട്. ഇപ്രകാരം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് രണ്ട് പുഴകളായിട്ട് ഒഴുകി വന്ന് ദൈവം ഒരുമിച്ച് ചേർത്ത രണ്ട് വ്യക്തികളാണ് മോണിയും അലീനയും. അത് ദൈവനിശ്ചയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിൽ രൂപപ്പെട്ട സമയം മുതൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള കരുതലും ഒരു പ്ലാനും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ രണ്ട് ദിശയിൽ നിന്നുള്ള ഒഴുകി വരലും ഒരു പ്രത്യേക സംഗമ ഭൂമിയിൽ ഒന്നിക്കലും അതിനുശേഷമുള്ള ഒന്നിച്ചുള്ള ഒഴുക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനാൽ വളരെ ദൈവത്തിന്റെ സുന്ദരമായിട്ടുള്ള ഈ നിശ്ചയത്തിന് മുമ്പിൽ നമുക്ക് നന്ദി പറയാം. ആ ദൈവത്തിന്റെ നിശ്ചയത്തെ നിങ്ങൾ രണ്ടുപേരും ഇരു കൈകളിലേക്ക് സ്വീകരിച്ചു. ആ ദൈവത്തിന്റെ നിശ്ചയത്തിന് നിങ്ങൾ ദൈവസന്നിധിയിൽ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ കാരണവന്മാരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അയക്കുന്ന സുന്ദരമായിട്ടുള്ള നിമിഷമാണിത്. പ്രിയമുള്ളവരെ, അതിനാൽ തന്നെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രണ്ടുപേർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നോട്ടുള്ള ഇവരുടെ ജീവിതയാത്ര ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാനവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാനവരെ അനുഗ്രഹിക്കുകയും അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹമെന്ന കൂതാശ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗയുടെ പരിപൂർണം ചെയ്യുന്നതിന് പുരോഗതി തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോട് ശ്രദ്ധയോട് കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Thank you.
ശരീരം ശ്രീധനമായി ഗോണി എന്ന് വിളിക്കുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലീന എന്ന് വിളിക്കുന്ന ചിന്നമ്മയെ നിന്റെ ഭാര്യയായി ചിന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി ഇപ്പോൾ പരസ്പരം വലതുകരം ചേർന്നു. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ പതിവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാൻ നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുസരവസരത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാവർഷം
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങൾ തലകുറിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി എന്നിൽ വന്നു വാഴുമെൻ യേശുവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം. എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ, നിന്റേതായി തീരാനുള്ളിൽ ദാനം. അബ്രാഹത്തെ സാരയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവം നേർവഴി കാക്കട്ടെ.
സ്തുതിയേകാൻ കൃപ നേടട്ടെ. നവദമ്പതികൾ നിങ്ങൾക്കും പ്രിയവാനസരാമേവർക്കും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Of all the times, of all the lives you started over, with every narrow maze we're closer than before. We take the road that goes in circles for forever, until the lines get intertwined forevermore. And I would love you in every lifetime. And I would hold you through every goodbye, until we meet again. The constellations are the